എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ചെറി ബ്ലോസം കണ്ടിട്ടുണ്ടോ? ഇന്ന് നമുക്ക് ചെറി ബ്ലോസം കാണാൻ പോയാലോ? ഇവിടുന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെറി ബ്ലോസം കണ്ടിട്ട് വരാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 1:30 ആയിരുന്നു കേട്ടോ. 1:30 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. കാരണം 4 മണി വരെ ഉണ്ട്. പിന്നെ ഒത്തിരി നേരത്തെ പോയിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും മാത്രമൊന്നും അവിടെ ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ ഈവനിങ്ങിലാണ് കുറച്ചുകൂടെ നല്ലത്. കുറച്ച് വെയിലൊക്കെ തണുത്ത് നമുക്ക് കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വെയിലായിരിക്കും. കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഓർത്തത് ഞങ്ങൾക്ക് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ കൂടെ കയറാനുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തീർത്ത് നേരെ ഞങ്ങൾ ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുന്ന അങ്ങോട്ട് പോവുകയാണ്. ഈ കാണുന്ന ഏരിയയ്ക്ക് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടെ ആട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ, എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒത്തിരി തിരക്കോ ബഹളോ ഒന്നുമില്ലാത്ത ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. എനിക്ക് ഇതുപോലെയുള്ള യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. കൺട്രി സൈഡിൽ കൂടെയുള്ള യാത്ര ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. നോക്കി എന്ത് രസമാണ്. ഈ പോകുന്ന വഴി കണ്ടില്ലേ, ഇത് പാർക്കിങ്ങിലേക്കുള്ള വഴിയാ. ആരെങ്കിലും പറയും ഇതൊരു പാർക്കിങ്ങിലോട്ട് പോകുന്ന വഴിയാണ്. എന്ത് ഭംഗിയാ. അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് കുറേ ചെമ്മരിയാടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം. ഈ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ചെറി ബ്ലോസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. പക്ഷെ ഫോട്ടോയിൽ കാണുന്ന പോലെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇപ്പം കാണുമ്പം ചെറുതായിട്ട് ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ കാണാം. അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും എങ്ങനെയുണ്ടെന്ന്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓട്ടം സീസണിൽ ഇതുപോലെ ഞങ്ങൾ വന്നിട്ട് ഫോട്ടോസിലൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അകത്ത് കയറിയപ്പം ആകെ കൂടെ ഒരു റോയിൽ മാത്രമേ നല്ല ഇലകളും കാര്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അല്ലാതെ ബാക്കി സ്ഥലങ്ങളിലൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം കാണുമ്പോൾ മരങ്ങളിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പിങ്ക് കളറിൽ പൂക്കൾ കാണാം. ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒത്തിരി കൂടുതൽ കാണുമായിരിക്കും. എന്തായാലും അകത്ത് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ കിട്ടി. പാർക്ക് ചെയ്തിട്ട് എൻട്രൻസിലോട്ട് നടക്കുവാണ് കേട്ടോ. ഇങ്ങനെ ദൂരേന്ന് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഫ്ലവേഴ്സൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. അവിടെ ചെന്ന് അവിടെ ഒരാൾ നിൽപ്പുണ്ട്. നമുക്ക് ആക്ച്വലി എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എൻട്രി ഫീ വന്നിട്ട് അഡൾട്ടിന് $12, കിഡ്സിന് $6 പിന്നെ 3 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഫ്രീ ആണ്. അങ്ങനെ അവർ കയ്യിൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തോട്ട് പതുക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. പോകുന്ന സ്ഥലത്ത് തന്നെ കുറേ കിഡ്സ് ആക്ടിവിറ്റീസ് പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫെറീസ് വീലൊക്കെ ഉണ്ട്. അതിനകത്ത് നമ്മൾ കയറുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ പൂക്കളൊക്കെ ഉള്ള ഭാഗത്തോട്ട് കയറി. അവിടെ കണ്ടില്ല, ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അത്രയും അടിപൊളി ഫോട്ടോസാണ് കേട്ടോ ഇവിടെ അവർ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതുപോലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒത്തിരി ആൾക്കാരാണ്, കുറേ ആൾക്കാരുണ്ട്. എവിടെ ചെന്നാലും ആൾക്കാരാണ്. നമുക്കൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാത്രം ആ പൂക്കളുടെ ഇടയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ കാണുന്ന വൈറ്റ് ഫ്ലവർ ആപ്പിൾ ട്രീയുടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കണ്ടില്ലേ, സൈഡിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സാധനം. അത് നല്ല രസമാണ് കാണാൻ. പിന്നെ കുറച്ച് ഫുഡ് ട്രക്സ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും മോസ്റ്റ്ലി എല്ലാ ഫുഡ് ട്രക്സും കിടക്കുന്നത് കുറച്ച് ബാക്ക് സൈഡിലായിട്ടാണ്. ഫ്രണ്ടിൽ തന്നെ 1-2 ഫുഡ് ട്രക്സും കൂടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. കുറേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഉണ്ട് ഇവിടെ ആനിമൽ ഫാം കൂടെ ഉണ്ട്. കുട്ടികളൊക്കെ അതിനകത്ത് കയറി മൃഗങ്ങളെയൊക്കെ തൊട്ട് ഒക്കെ നടക്കുവാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പക്ഷെ എന്ത് പറയാനാ, എൻ്റെ ദൈവമേ, അതിനകത്ത് കയറുമ്പോഴത്തേനും ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോഴത്തേനും ഉണ്ടല്ലോ നാറ്റമാണ്. ഒരു ഭയങ്കര നാറ്റമായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. സാധാരണ അനിമൽ ഫാമിൻ്റെ അവിടെയൊക്കെ പോകുമ്പം ഇങ്ങനെ ഒരു നാറ്റം ഉണ്ടാവില്ല. ഈ ചെമ്മരിയാടിൻ്റെ ഒരു വല്ലാത്തൊരു വൃത്തികെട്ട നാറ്റമാണ്. അതിനകത്തൊരു കുഞ്ഞു ബണ്ണി ഉണ്ട് കേട്ടോ. അതിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു, ക്യൂട്ടായിരുന്നു. ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ അതുകൂടാണ്ട് പിന്നെ ഈ ആടുകളാണ് കൂടുതലും, ചെമ്മരിയാടും. പിന്നെ ഒരു കുതിരയുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയേ. അങ്ങനെ ഞാൻ ഡഗ്ഗുവിനോട് പോയി തൊടടാ, ആടിനെ തൊടടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ്ങിൽ പേടി പോലെയായിരുന്നു. അവൻ അതിൻ്റെ അടുത്തോട്ട് പതുക്കെ പതുക്കെ പോകുന്നുണ്ട് തൊടാൻ വേണ്ടി. പക്ഷെ അവന് പേടിയായിട്ട് അവൻ തൊടുന്നില്ല ശരിക്കും. അവനവിടെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പതുക്കെ പോയിട്ട് ഒരാടിനെ തൊട്ടപ്പത്തിനും അവന് കുറച്ച് ധൈര്യമായി. പിന്നെ അവൻ പതുക്കെ പോയി തൊട്ടു കേട്ടോ. ഒരു മൊത്തം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഈ ഏരിയ ശരിക്കും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഈ കാണുന്ന പിങ്ക് ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, റിയൽ ഫ്ലവേഴ്സ് അല്ല. അത് പക്ഷെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇപ്പോൾ സ്കൂൾ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുറേ കിഡ്സ് ആക്ടിവിറ്റീസ് അവരവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തായിരുന്നു. അവിടെ വന്ന കുട്ടികളെല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇവിടെയൊക്കെ കണ്ടില്ല, ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. വലിയ മോശമില്ലാതെ ഫ്ലവേഴ്സ് ഉണ്ട്. ചില ഏരിയയിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലം കണ്ടില്ല, ഒരു ടെലിഫോൺ ബൂത്തൊക്കെയാണ്. അവിടെയൊക്കെ നിന്നിട്ടാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. ഇവരുടെ വെബ്സൈറ്റിലൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ കാണാൻ എന്ത് രസമാണ് അറിയാം ഇതൊക്കെ കാണാനായിട്ട്. പക്ഷെ ഇവിടെയൊക്കെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിലുള്ള അവസ്ഥ ഇതാണ്. ശരിക്കും എന്തോരം ക്യൂ നിൽക്കണം അറിയോ. നമ്മളൊരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേനാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ക്യൂ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് മനസ്സമാധാനത്തോടെ ഫോട്ടോ എടുക്കാൻ പറ്റൂല. എൻ്റെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചേച്ചി, ധന്യ ചേച്ചി, നല്ലോണം ഫോട്ടോ എടുക്കും കേട്ടോ. ആൾ കുറേ നല്ല ഫോട്ടോ എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ, തിരക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഫോട്ടോ എടുത്തു. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടുന്ന് ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഇവിടെയും വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. അല്ലാതെ തിരക്കുള്ള സ്ഥലത്തൊന്നും ഞാൻ പോയി ഫോട്ടോ എടുക്കാൻ നിന്നില്ല. ഞാനും ആൻറ്റിയും കൂടെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തൊന്നും ശരിയായില്ല. കാരണം ഭയങ്കര വെട്ടം ബാക്കിൽ നിന്ന് അടിക്കുന്ന കാരണം നമ്മുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കും. പിന്നെ അവിടെ നിന്ന് വലിയ കാര്യമായിട്ട് ഫോട്ടോ ഒന്നും എടുത്തില്ല. എന്തോരം ആൾക്കാരാണ് നോക്കിയേ, നിറയെ ആൾക്കാരാണ്. ഇവിടെ മെയിൻലി എല്ലാവരും വരുന്നത് തന്നെ കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോസ് കാണാൻ നല്ല ഭംഗിയാട്ടോ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും ഓടി വരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് നോക്കിയപ്പോൾ തന്നെ 90% ആൾക്കാരും വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടോട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ആ പിങ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഡ്രസ്സ് വരുമ്പോഴത്തേനും ഭയങ്കര ഭംഗിയായിരിക്കും. ഞാനും വൈറ്റ് ഇട്ടുകൊണ്ട് പോയെ. ഇവിടെ ഇത്രയും ക്രൗഡഡ് ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. മെയിൻലി എല്ലാ ഫുഡ് ട്രക്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടുന്ന് ഞങ്ങളൊരു കോഫിയും 2 മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ച് കുടിച്ചിങ്ങനെ നിൽക്കുവാണ്. ആ കോഫി ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടില്ലേ, അവിടെ ജാമ്, പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പിന്നെ കുറേ പ്ലാന്റ്സ് ഒക്കെ കിട്ടും. ഇത് ആക്ച്വലി ആ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സും കാര്യമൊക്കെ ആട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അവർ ഇരുന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ സ്പേസാണ് ആ കാണുന്നത്. അതുകൂടാണ്ട് ഞങ്ങളൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് നമ്മളെ ആ ചെറി ബ്ലോസത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പിക്നിക് മാറ്റ് ഉണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ടും കഴിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ, എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷൻ. എല്ലാവരും ആണെങ്കിലും രാവിലെ വരുന്ന നേരത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. ഞാനാണെങ്കിൽ രാവിലെ തൊട്ടേ പട്ടിണി കിടക്കുമായിരുന്നു. എനിക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ കഴിക്കാണ്ട് വന്നേക്കുവാണ്. എന്ത് കഴിക്കുന്ന ഓർത്തുകൊണ്ട് നിൽക്കുക, കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ചിക്കൻ പാഡ്തായി കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ കൂടെ, അവരിത് വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്.
ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു നൂഡിൽസ് ആണ്, എന്തായാലും റൈസ് നൂഡിൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് എഗ്ഗും ചിക്കനും പിന്നെ എനിക്ക് തോന്നുന്ന എന്തോ അവരുടെ ഒരു സോസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫിഷ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് ചെറിയ സ്വീറ്റും കൂടി ഉണ്ട് കേട്ടോ. എനിക്കെന്തോ ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്, പിന്നെ പുളിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ഇരിക്കുവാണ്. അവർക്കും അവിടെ ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. ഓർഡർ വരുന്നതനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്യുവാണ്. ബാക്കി എല്ലാ ഐറ്റംസും ഓൾറെഡി അവിടെ അവർ എടുത്ത് വെച്ചേക്കുവാണ്. നൂഡിൽസ് ആണേലും സോസുകളെല്ലാം എടുത്ത് വെച്ചേക്കുവാണ്. അവർ ഈ പ്ലേറ്റിലോട്ട് എടുക്കുന്നത് എനിക്കുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. വിശന്നിട്ടാണെങ്കിൽ ഒരു വഴിക്കായിട്ടിരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാമെന്നുള്ള മട്ടിലാണ്. അങ്ങനെ ശരിക്കും ഇതെനിക്കുള്ളത് തന്നെയാണ്. അവരെന്നെ വിളിച്ചു, എൻ്റെ നമ്പർ വിളിച്ചു. അപ്പം ഞാൻ പോയിട്ട് അത് കളക്ട് ചെയ്തു കേട്ടോ. അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് പെപ്പറോ സോസൊക്കെ അവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ അഡീഷണൽ ഒന്നും എടുത്തൊന്നുമില്ല. കുറച്ച് ഫോർക്ക് എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുന്നതാണല്ലോ, അപ്പോൾ 2-3-4 ഫോർക്ക് എടുത്തു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴും നോക്കിയതേ ഇവിടെയൊക്കെ ഇപ്പോഴും തിരക്കാണ്. ആൾക്കാർ ഇപ്പോഴും ക്യൂ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ക്യൂ നിന്നുകൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയും തീരത്തില്ല ക്യൂ, അത്രയും വലിയ ക്യൂ ആണ്. എപ്പോഴും അവിടെ ആൾക്കാരാണ്. അവിടെ പോയി ഫോട്ടോ ഒന്നും എടുക്കാനേ പറ്റില്ല. ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നൊക്കെ വേണ്ട എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ പോയി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിൽ ഒരു വലിയ ക്യൂ ആ. അത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വേഗം ഒന്ന് എങ്ങനെയെങ്കിലും എടുത്തിട്ട് പോകണമെന്നല്ലേ ഓർക്കുള്ളൂ. ഒത്തിരി നേരം ഇരുന്നെടുക്കാനും പറ്റില്ല. ഇത് നോക്കിക്ക് എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. പൂക്കൾ നിറയെ തിങ്ങി കുറേയൊക്കെ ഒത്തിരി ഒരുമിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഇടയ്ക്കൊക്കെ ഉള്ള മരങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള പൂക്കളാണ്. അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇത് തോന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരുമിച്ചുള്ള പൂക്കൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. അതിനെന്ത് രസമാണ് കാണാനറിയോ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് പിള്ളേരാണ്. ഞാൻ പിള്ളേരോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടോ. അവരെന്താ പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടു നോക്കിക്കോ. നല്ല രസമാണ്. രണ്ടും കൂടെ ഓടുന്നത് കണ്ടില്ലേ. ഫെറിസ് വീല് കയറാനുള്ള ഓട്ടാണ് കേട്ടോ. ഫെറിസ് വീല് കയറാനായിട്ട് ഭയങ്കര ലാഭമാണ്. ഒരാൾക്ക് $5 വെച്ച്, കുട്ടികളാണേലും അഡൾട്ട് ആണേലും ഒരാൾക്ക് $5 വെച്ചാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല അടിപൊളി സംഭവമായിരുന്നു. കാരണം ഞാൻ വിചാരിച്ചു നോർമലി അത് ഒരു മാക്സിമം ഒരു 5 തവണയൊക്കെ കറങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഞങ്ങൾ ഒരു 8 പ്രാവശ്യമെങ്കിലും കറങ്ങിയിട്ടുണ്ടാവും. അടിപൊളിയായിരുന്നു. ഇപ്പോൾ കാണുന്നത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഈ ഒരു സൈഡിലുള്ളതൊക്കെ വൈറ്റ് ആണ്. അത് കാരണം അവിടെ ഒന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ല. വൈറ്റ് കളർ ഫ്ലവേഴ്സ് കാണാനേ പറ്റില്ല. അപ്പുറത്തെ സൈഡ് കണ്ടില്ല പിങ്ക് ആയിട്ടിരിക്കുന്നത്. ആ ഒരു കുറച്ച് ഏരിയയിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഏരിയ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ അവിടെ ഫ്രീ ട്രാക്ടർ റൈഡ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളികളല്ലേ, ഫ്രീ ആയിട്ട് വല്ലതൊക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് നഷ്ടപ്പെടുത്തില്ലല്ലോ. വേഗം ചാടി ട്രാക്ടറിനകത്ത് കയറി കേട്ടോ. ഇത് നമ്മളെ ആ ഒരു ഫാം മൊത്തം ഒരു റൗണ്ട് കറക്കി കൊണ്ടുവരും കേട്ടോ. നല്ലതായിരുന്നു. എന്താ സുഖം. നേരത്തെ നടക്കുമ്പോൾ ഒക്കെ മടിയായിരുന്നു. ഈ കുട്ടികളെയും കൊണ്ട് നടക്കാൻ മടിയായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ പിള്ളേരും എൻജോയ് ചെയ്യും. നമുക്ക് നടക്കുകയും വേണ്ട, നമുക്ക് കാഴ്ചകളെല്ലാം കണ്ട് നടക്കാം. അത് നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. എന്തായാലും അത് കയറിയില്ലായിരുന്നെങ്കിൽ മിസ്സായിപ്പോയതിനെ. ഞാൻ പറഞ്ഞില്ലേ ഈ ഡേ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത പിള്ളേരാന്ന് നോക്കിയാൽ അവരെന്ത് ഹാപ്പിയാന്ന് നോക്കിയേ. അവർ ഓരോ കാര്യങ്ങളും വളരെ എൻജോയ് ചെയ്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. അവർ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവിടെ വന്ന കുട്ടികളെല്ലാവരും ഹാപ്പിയായിരുന്നു. ഓടി നടക്കുമായിരുന്നു കുട്ടികൾ മൊത്തം. അത് കൂടെ നല്ല രസമായിരുന്നു. കുട്ടികളായിരുന്നു കൂടുതലും. ഇപ്പം വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ മൊത്തം കുട്ടികളായിരുന്നു അവിടെയൊക്കെ. ഈ ട്രാക്ടർ റൈഡും കൂടെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ഓൾറെഡി ഒരു 4 മണി സമയമൊക്കെ ആയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പാർക്കിങ്ങിലോട്ടേക്ക് നടന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടിയെടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.